റാഫിക്കയെ കാണാനില്ലല്ലോ, റാഫിക്കയെ ഒഴിവാക്കിയോ? റാഫിക്കയെ ഒഴിവാക്കിയത് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? ഞാൻ ഇന്ന് വരെ ഞാൻ ഒഴിവാക്കി എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ടിക്ടോക്ക് റീൽസ് വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ സോഷ്യൽ മീഡിയ താരമാണ് റാഫി ഡിക്യു. സോഷ്യൽ മീഡിയ താരത്തിൽ നിന്നും റാഫിയെ നടനാക്കി ഉയർത്തിയത് ഫ്ലവേഴ്സ് ചാനലിലെ ചക്കപ്പഴം എന്ന പരമ്പരയാണ്. തുടർന്നിപ്പോൾ നിരവധി സിനിമകളുടെ ഭാഗമായിരിക്കുകയാണ് റാഫി. ചക്കപ്പഴം സീരിയലിന്റെ ഭാഗമായിരുന്നപ്പോഴാണ് റാഫി വിവാഹിതനാകുന്നത്. ചക്കപ്പഴത്തിലെ പ്രകടനം കണ്ട് റാഫിയുടെ ആരാധികയായി മാറിയ മഹീന മുന്നേയാണ് താരം പിന്നീട് വിവാഹം ചെയ്യുന്നത്. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു ഇപ്പോൾ 2 വർഷം പൂർത്തിയായി. മഹീന ഇപ്പോൾ ജോലി തിരക്കുകളായി ദുബായിലാണ്. റാഫി ആകട്ടെ നിരവധി ചിത്രങ്ങളുടെ ഭാഗമായിട്ട് നാട്ടിൽ തന്നെയാണ്. അതിനിടെയാണ് റാഫിയും മഹീനയുടെയും ദാമ്പത്യ ജീവിതത്തിൽ ചില പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടായെന്നുള്ള ചില യൂട്യൂബ് പേജുകളിൽ നിന്നും പറയുന്നത്. ഇരുവരും വിവാഹബന്ധം വേർപെടുത്താൻ ഒരുങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും അതിനെ തുടർന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി വന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം ആയതോടെയാണ് റാഫിയും മഹീനയും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ മഹീന ഒരു വിശദീകരണം നൽകിയിരുന്നു. പേരിൽ മാറ്റം വരുത്തുന്നത് ഡിവോഴ്സായി എന്നാണോ? എന്തിടണം എന്തിടേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് താനാണ്. ഒരു ഡിവോഴ്സ് ആകാൻ കാത്തിരിക്കുകയാണ് നിരവധി പേർ എന്നാണ് മഹീന അന്ന് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിൽ കുറിച്ചത്. എന്നാൽ വീണ്ടും ഈ വിഷയം ചർച്ചയായതോടെ വീണ്ടും വിശദീകരണം നൽകിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയായ നടന്റെ ഭാര്യ. താനും റാഫിയും എവിടെയും ഇങ്ങനെ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ കുടുംബജീവിതത്തിൽ സർവ്വസാധാരണയാണ്. ചിലപ്പോൾ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യാറുമുണ്ട്. അതൊക്കെ ഒരു കുടുംബ ബന്ധത്തിലുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഡിവോഴ്സ് എന്നല്ല എന്നാണ് മഹീന തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നത്. ജോലി സംബന്ധമായി മഹീന ദുബായിലായിരുന്നു. എന്നാൽ അടുത്തിടെ നാട്ടിൽ വന്നപ്പോൾ റാഫിയുമായി ഒരുമിച്ചുള്ള ചിത്രങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല. ഇതാണ് മറ്റൊരു സംശയമായി ആരാധകർക്ക് തോന്നിയത്. എന്നാൽ ഈ വിവാഹമോചനം സംബന്ധിച്ചുള്ള ചർച്ചകളിൽ സ്ത്രീകളെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. പുരുഷന്മാർ തെറ്റുകാരാണെങ്കിലും എല്ലാവരും സ്ത്രീകളെ കുറ്റപ്പെടുത്താനേ ശ്രമിക്കൂ എന്നും മഹീന തൻ്റെ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്.